നമ്മൾ ഇന്ന് ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് 10th ഗ്രേഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിലുള്ള ഓരോ റിസപ്റ്റേഴ്സ്, നമ്മൾ എങ്ങനെയാണ് ടച്ച് ഫീൽ ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ വേറെ കുറെ ഓർഗാൻസിലുള്ള റിസപ്റ്റേഴ്സ്, അതിന്റെ പേര്, അതിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പുഡിംഗ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക. ഓക്കെ, അപ്പം ഈ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മ എല്ലാ മസാലപ്പൊടിയും കുറെ ചിക്കനും അങ്ങനെ ഉള്ള എല്ലാം കമ്പൈൻ, സോൾട്ട്, വാട്ടർ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് അവസാനം ഒരു ചിക്കൻ കറി ഉണ്ടാക്കും. എന്നിട്ട് ഈ അമ്മ അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അമ്മ പറയും ആഹാ കൊള്ളാം എന്ന് പറയും. അപ്പൊ അമ്മയ്ക്ക് എന്താ അവിടെ കിട്ടിയത്? അമ്മയ്ക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടി. അമ്മ ഉദ്ദേശിച്ച ടേസ്റ്റ് ആണോ വന്നതെന്ന് അമ്മയ്ക്കത് അമ്മ ചെക്ക് ചെയ്തത്. അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണോ, ഉപ്പ് കൂടുതലാണോ എന്നൊക്കെ അവസാനം അവർ ടേസ്റ്റ് ചെയ്യത്തില്ലേ അല്ലെ. അപ്പം അതൊക്കെ നമ്മുടെ അമ്മമാർക്കും ഹ്യൂമൻ ബീങ്സിന് മൊത്തത്തില് നമ്മുടെ നാവില് അത് ചെറിയൊരു ടേസ്റ്റ് ബഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളെല്ലാവരും ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് മധുരമുള്ളതാണോ, അതിന് കയ്പുണ്ടോ, അത് ഇത്തിരി ഉപ്പ് കൂടുതലാണോ എന്നൊക്കെ നമ്മൾ വേഗം പറയും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാ? നമ്മുടെ നാവില് ഓരോ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഓരോരോ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള പല പല റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിലോട്ട് കടക്കാം. സോ നമ്മുടെ ടങ് ആണ് നമ്മുടെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ഓർഗൻ. ഓക്കെ, ഇപ്പൊ ടങ്കില് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മള് ടങ്കില് നമ്മളത് ഫീൽ ചെയ്യും. നിങ്ങളിപ്പം ടങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിററിൽ പോയിട്ട് നോക്കുവോ, അല്ലെങ്കിൽ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. ജസ്റ്റ് നിങ്ങളുടെ ടങ്ക് ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ടങ്കിന്റെ സർഫസിൽ ഒരുപാടധികം പാപ്പില്ലേ പ്രസന്റ് ആണ്. കുറേ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ടങ് ആണ് അല്ലെ. ഈ ടങ്കിന്റെ മേലെ അല്ലെ, ഈ ടങ്കിന്റെ സർഫസിൽ ഒരുപാടധികം എന്താ കാണാൻ പറ്റുക? കുറേ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ണാടിയിൽ പോയി നാക്കൊന്ന് നീട്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടങ്കിന്റെ സർഫസിൽ ഒരുപാടധികം ചെറിയ 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 ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മള് പാപ്പില്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ദ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് സീൻ ഓൺ ദി സർഫസ് ഓഫ് ദി ടങ്, അതിനെയാണ് നമ്മൾ പാപ്പില്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാപ്പില്ലേ ആണോ നമ്മുടെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? പാപ്പില്ലേ ആണോ നമ്മുടെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? പാപ്പില്ലയിലുള്ള ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മളെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പാപ്പില്ല സ്ട്രക്ചർ അല്ല, ബട്ട് പാപ്പില്ലയിലുള്ള കുറച്ച് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഓക്കെ, ദീസ് പാപ്പില്ലേ ഹാവ് സം ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് ഇൻ ദം. ഈ ടേസ്റ്റ് ബഡ്സിൽ കുറച്ച് കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ നമ്മുടെ ഓരോ ടേസ്റ്റിനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പാർട്ടിക്കിൾസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കീമോ റിസപ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? സോ നമ്മളുടെ ടങ് ആണ് നമ്മുടെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ. ടങ്കിന്റെ സർഫസിൽ പാപ്പില്ലേ ഇൻ ദ ഫിഗർ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും പാപ്പില്ലേ എന്ന് പറയുന്ന ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഈ പാപ്പില്ലയിൽ തന്നെ കുറെ അധികം ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഓക്കെ, ഈ ടേസ്റ്റ് ബഡ്സിലാണ് കീമോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആണ്. ഈ ടങ്കിലുള്ള കീമോ റിസപ്റ്റേഴ്സിനെ നമ്മള് ഗസ്റ്റേറ്ററി റിസപ്റ്റർ എന്ന് വിളിക്കും. ഗസ്റ്റേറ്ററി റിസപ്റ്റർ, ഇത് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. സോ ടങ്കിലുള്ള കീമോ റിസപ്റ്റേഴ്സിനെ നമ്മൾ, അല്ലെങ്കിൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റേഴ്സിനെ നമ്മൾ ഗസ്റ്റേറ്ററി റിസപ്റ്റർ എന്ന് പറയുന്നു. സോ ദീസ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് വിൽ ഹെൽപ്പ് us to detect taste. Okay,
അതെ, ഇപ്പൊ പാപ്പില്ല എന്താണ് നമ്മൾ പറഞ്ഞു. പാപ്പിലെ ആ സ്ട്രക്ചേഴ്സ്, പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് സീൻ ഓൺ ദി സർഫസ് ഓഫ് ടങ് അല്ലെ. ഇനി ടേസ്റ്റ് ബഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് പാപ്പില്ലയിൽ കാണുന്ന കുറച്ച് പാർട്സ് ആണ്. ദ പാർട്സ് സീൻ ഓൺ ദി പാപ്പില്ലേ ദാറ്റ് ഡിറ്റക്ട് ടേസ്റ്റ്. ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാപ്പില്ലയിലുള്ള കുറച്ച് ചെറിയ 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 പാർട്സ് ആണ് ടേസ്റ്റ് ബഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ഒരു സാധനം കഴിക്കുക. ഓക്കെ, നമ്മളിപ്പോ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വെച്ചോ അല്ലെ. ഐസ്ക്രീം നമ്മൾ കഴിക്കുമ്പം നമുക്ക് നല്ല മധുരം അല്ലെ, നമ്മൾ കഴിക്കുമ്പോൾ ആഹാ നല്ല മധുരം എന്ന് നമ്മൾ പറയും അല്ലെ. ഇനി അതേസമയം നിങ്ങളൊരു പാവയ്ക്ക് കഴിക്കുകയെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പം ഐസ്ക്രീം നമ്മൾ കഴിക്കുകയാണ്. ഓക്കെ, ഐസ്ക്രീം ഒക്കെ വരച്ച് കാണിക്കാം. ഓക്കെ, ഐസ്ക്രീം നമ്മൾ കഴിക്കുകയാണ്. ഐസ്ക്രീമിന് എന്ത് ടേസ്റ്റ്? നല്ല സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും അല്ലെ. അല്ലെ, ഇനി നിങ്ങളൊരു പാവയ്ക്ക കഴിക്കാന്ന് വെച്ചോ, ബിറ്റർ ഗർഡ് കഴിക്കാന്ന് വെച്ചോ, അതിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും? ബിറ്റർ ഗർഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടും. ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, ഒരു ഇത്തിരി എന്താ പറയാ കയ്പ്പ് രസമായിരിക്കും അല്ലെ, കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും അല്ലെ. ഇനി നിങ്ങളൊരു നാരങ്ങ കഴിക്കാന്ന് വെച്ചോ. ഓക്കെ, ഒരു നാരങ്ങ കഴിക്കാന്ന് വെച്ചോ. ഒരു നാരങ്ങ കഴിക്കുമ്പം നിങ്ങൾക്ക് എന്ത് ടേസ്റ്റ് അവിടെ ഫീൽ ചെയ്യാം? ഒരു ഇച്ചിരി ഒരു സേവറി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. സേവറി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പുളിപ്പ് അല്ലെ, അതായത് ഒരു ആസിഡിക് ഒരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അല്ലെ. അതേസമയം ഇനി നിങ്ങൾ നല്ല ഉപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിക്കാന്ന് വെച്ചോ, അപ്പൊ അതിന് നല്ല സോൾട്ട്, ഭയങ്കര സോൾട്ടി ഒരു ടേസ്റ്റ് കിട്ടും അല്ലെ. നിങ്ങൾ എന്തെങ്കിലും ഉപ്പുള്ള ഒരു സാധനം കഴിച്ചാൽ സോൾട്ടി ടേസ്റ്റ് ആയിരിക്കും, സോൾട്ടി ടേസ്റ്റ് നമ്മൾ പറയാം അല്ലെ. ഇതോടൊപ്പം തന്നെ വേറൊരു ടേസ്റ്റും ഉണ്ട്, ആർക്കെങ്കിലും പറയാം. ഇതോടൊപ്പം ഇതാണ് ബേസിക് ആയിട്ട് 4 ടേസ്റ്റ് നമ്മൾ ടങ് ഡിറ്റക്ട് ചെയ്യുന്ന 4 ടേസ്റ്റ് നമ്മൾ പറയുന്നത്. ഒന്ന് ബിറ്റർ ടേസ്റ്റ്, ഒന്ന് ആസിഡ് ടേസ്റ്റ് അല്ലെങ്കിൽ സേവറി ടേസ്റ്റ്, ദെൻ സോൾട്ടി ടേസ്റ്റും ഷുഗറി ടേസ്റ്റും. ഓക്കെ, ഈ 4 ടേസ്റ്റ് കൂടാതെ വേറൊരു ടേസ്റ്റും ഉണ്ട്. എന്താണെന്നറിയോ? ഉമാമി ടേസ്റ്റ്. ഉമാമി എല്ലാരും കേട്ടിട്ടുണ്ടാവും. 5th ടേസ്റ്റ് എന്ന് അതിന് പറയുന്നത്. ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇറച്ചി, മീറ്റ്, പിന്നെ ഷെൽ ഫിഷ്, പിന്നെ മഷ്റൂം ഒക്കെ ഇല്ലേ, ഈ മഷ്റൂം ഒക്കെ കഴിക്കുമ്പം ഉള്ളൊരു ടേസ്റ്റിനെയാണ്, അതിനൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഉമാമി ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു 5 ബേസിക് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്വീറ്റ് ടേസ്റ്റ്. അപ്പം നമ്മളിപ്പോ സ്വീറ്റ് കഴിക്കാന്ന് വെച്ചോ, നമ്മൾ സ്വീറ്റ് കഴിക്കുമ്പം നമ്മുടെ നാവിലുള്ള ഇപ്പം നമ്മൾ പാവയ്ക്ക കഴിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ഉള്ളിലോട്ടായിരിക്കും നമുക്കൊരു കയ്പ് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ. ഇനി അതേസമയം നമ്മളൊരു ടേസ്റ്റ് സ്വീറ്റ് നമ്മൾ കഴിക്കാന്ന് വെച്ചാൽ പഞ്ചസാര നമ്മൾ കഴിക്കാം. അപ്പൊ അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് ആദ്യം ഇച്ചിരി പഞ്ചസാര എടുത്ത്, എന്നും വെച്ച് എപ്പോഴും പഞ്ചസാര കഴിക്കരുത്, ഡയബറ്റിക് ആവും. ഓക്കെ, ഒരു ഇച്ചിരി പഞ്ചസാര എടുത്ത് കഴിക്കാം. ഇത്തിരി പഞ്ചസാര എടുത്ത് കഴിക്കുമ്പം നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കുക, അത് എവിടെയാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, പഞ്ചസാരയുടെ ഷുഗറി ടേസ്റ്റ് നിങ്ങൾക്ക് എവിടെയാ കിട്ടുക എന്നുള്ളത് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടങ്കിന്റെ ടിപ്പിലായിട്ടായിരിക്കും ആ ഒരു ഷുഗറി ടേസ്റ്റ് നമുക്ക് കിട്ടാം. ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ എനിക്ക് നാക്കിൽ ഷുഗറി ടേസ്റ്റും ബിറ്റർ ടേസ്റ്റും ഉള്ള ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങളൊരു പാവയ്ക്കാൻ കൂടെ ഒന്ന് കഴിച്ചു നോക്കി അതിന്റെ ടേസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പാവയ്ക്കയുടെ ആ ഒരു ബിറ്റർ ടേസ്റ്റ് അല്ലെ, കയ്പുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ നാവിന്റെ ഉൾഭാഗത്തായിരിക്കും. ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ബിറ്റർ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഒരു നാരങ്ങ നിങ്ങൾ കഴിക്കാന്ന് വെച്ചോ. ഈ നാരങ്ങ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് സൈഡിലായിരിക്കും. നിങ്ങൾക്ക് പുളി കിട്ടാന്നൊക്കെ പറയത്തില്ലേ, നാരങ്ങ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പുളി കിട്ടും അല്ലെ. ആ പുളി നമുക്ക് ഫീൽ ചെയ്യുന്ന എവിടെയാ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നാവിന്റെ സൈഡ് ഭാഗത്തായിരിക്കും നമുക്ക് ആ ഒരു പുളി നമുക്ക് ഫീൽ ചെയ്യാം. അതേസമയം ഉപ്പ് രസമാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം ഓരോ ടേസ്റ്റും നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് നാക്കിന്റെ ടങ്കിന്റെ ഓരോ ഭാഗത്തായിട്ടായിരിക്കും ഓരോ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദി 5 ബേസിക് ടേസ്റ്റ്. ഏതൊക്കെയായിരുന്നു? സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്, ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, സേവറി ടേസ്റ്റ് ഉണ്ട്, സോൾട്ടി ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഉമാമി ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊന്നും കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു 5 ബേസിക് ടേസ്റ്റ് ആണ് നമുക്കുള്ളത്. ഈ 5 ബേസിക് ടേസ്റ്റ് അല്ലാതെ എക്സ്ട്രാ വേറൊരു ടേസ്റ്റ് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ടേസ്റ്റിനെയാണ് ഒളിയോഗസ്റ്റസ് എന്ന് പറയുന്നത്.
ഒളിയോഗസ്റ്റസ്. ഈ ഒളിയോഗസ്റ്റസ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് ഇതിന്റെയൊക്കെ ഒരു ടേസ്റ്റിനെയാണ് നമ്മൾ ഒളിയോഗസ്റ്റസ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ടേസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി ടേസ്റ്റ് ബഡ്സ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ടേസ്റ്റ് ലൈക്ക് സ്വീറ്റ്, സോൾട്ട്, sour, bitter, umami, etc. A sixth taste named oleogastus is also identified. ഇതാണ് ലിപ്പിഡിന്റെ ടേസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമ്മുടെ ടേസ്റ്റ് ബഡ്സ് സ്റ്റിമുലേറ്റഡ് ആയി ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പം നോക്കാം. ഞാനിപ്പോ ജനറൽ ആയിട്ടുള്ള ഒരു പാത്വേ ഞാനിപ്പോ പറഞ്ഞു. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന പറഞ്ഞാലോ? ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മള് പറയാണ്, നമ്മളിപ്പോ ഫുഡ് കഴിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ചിക്കൻ കറി കഴിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാരും ഇപ്പൊ വീട്ടിലിരുന്ന് കാണാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുന്നൊന്നും വിചാരിക്കല്ലേ. അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തെങ്കിലല്ലേ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്ത് പഠിക്കണം, എങ്കിലേ നമ്മുടെ തലയിൽ നിൽക്കത്തുള്ളൂ. സോ ഇപ്പൊ നിങ്ങളൊരു ചിക്കൻ കറി കഴിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ചിക്കൻ കറി കഴിക്കുകയാണ്. അപ്പൊ നമ്മള് ഫുഡ് പാർട്ടിക്കിൾ എന്താ? നമ്മൾ വായിക്കൂടെ അല്ലേ കഴിക്കുന്നേ, അല്ലെ? അപ്പൊ വായിക്കൂടെ കഴിക്കുമ്പം നമ്മുടെ വായുടെ ഉള്ളിൽ ഉള്ള ഫ്ലൂയിഡിനെ എന്നാ നമ്മൾ പറയുന്നത്? എന്താ നമ്മൾ പറയാ വായുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ? സലൈവ. യെസ്. അപ്പം ഈ വായുടെ ഉള്ളിലുള്ള സലൈവയായിട്ട് നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിള് മിക്സ് ആവും. ഓക്കെ, ഫുഡ് പാർട്ടിക്കിൾസ് മിക്സ് വിത്ത് ദി സലൈവ. ഓക്കെ, അപ്പൊ എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സിലെത്തും. ഓക്കെ, നമ്മുടെ നാവിൽ തന്നെ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ. നാവില് പാപ്പിലേക്കുള്ളിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. സോ ഈ ടേസ്റ്റ് ബഡ്സിനുള്ളിൽ എന്താ ഉള്ളത്? കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെയുള്ള കീമോ റിസെപ്റ്റേഴ്സ് ആരാ? ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ്. കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സോ ഈ റിസെപ്റ്റേഴ്സ് ഇവരെ സെൻസ് ചെയ്ത് റിസീവ് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? ഇമ്പൾസ് ജനറേറ്റ് ആവും. ഇമ്പൾസ് ജനറേറ്റ് ആയി നെർവ്സ് വഴി ഇറ്റ് വിൽ റീച്ച് ബ്രെയിൻ ആൻഡ് വി ക്യാൻ എക്സ്പീരിയൻസ് ദി ടേസ്റ്റ്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ ടേസ്റ്റ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു പാത്വേ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് കീമോറിസെപ്റ്റേഴ്സ്. ഹിയർ ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ് ആണ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ നെർവ്സ്. എക്സ്പീരിയൻസ് ടേസ്റ്റ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, നൗ ഈ പടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ രണ്ട് തരത്തിലുള്ള സ്മെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു പൊട്ട സ്മെൽ അല്ലെ? നമ്മളിപ്പോ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തൂടെ ചെന്നാൽ നമുക്ക് അയ്യോ മണം എന്ന് പറഞ്ഞ് നമ്മള് ഭയങ്കര മൂക്കൊക്കെ പൊത്തിപ്പിടിക്കും അല്ലെ? അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭയങ്കര പൊട്ട ഒരു സ്മെല്ലായിരിക്കും. നമുക്ക് അയ്യോ മണം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ മൂക്ക് പൊത്തുക. അത്രയും ഒരു പൊട്ട സ്മെല്ലായിരിക്കും അവിടെ ഉണ്ടാവും. പക്ഷെ അതേ സമയം ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു കുട്ടി നമ്മളൊക്കെ റോസ് ഇപ്പം മണക്കുവാണെങ്കിൽ, സ്മെല്ല് ആണെങ്കിൽ അവിടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു പ്ലസന്റ് സ്മെല്ലായിരിക്കും. ടേസ്റ്റ് അല്ല, സ്മെല്ല്. ഓക്കെ, പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? അപ്പം രണ്ടും തമ്മിൽ ഒരു എക്സ്ട്രീം ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സ്മെല്ല് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഹൗ ഡു വി ഡിറ്റക്ട് സ്മെൽ? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിയും. ഇനി നമ്മൾ സ്മെല്ല് എങ്ങനെയാണ് നമ്മുടെ മൂക്ക് പിടിക്കാന്നുള്ളത് നമുക്ക് പറയണ്ടേ? ഓക്കെ, അതിനെ കുറിച്ച് നമുക്കിപ്പോ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോസിൽ കൂടെ എങ്ങനെ നമ്മൾ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നോസില് നമ്മളിപ്പോ ഒരു നോസിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കാന്ന് വെച്ചോ. ഓക്കെ, വി ഹാവ് രണ്ട് ഓപ്പണിംഗ് നമുക്കുണ്ട് അല്ലെ? രണ്ട് നോസ്ട്രിൽസ് ഉണ്ട്. അപ്പൊ ഈ നോസിന്റെ ഉള്ളില് വി ഹാവ് മ്യൂക്കസ് മെംബ്രെയിൻ. നമുക്കിവിടെ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ പ്രസന്റ് ആയിട്ടുണ്ട്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നതാണ് മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്. ഓക്കെ, സോ ഫ്ലൂയിഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ മ്യൂക്കസ്. ഓക്കെ, സോ ഈ മ്യൂക്കസ് വെറുതെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മ്യൂക്കസ് നമ്മുടെ മൂക്കിൽ വെറുതെ ഇട്ടേക്കുന്ന സാധനമാണ്. വേസ്റ്റ് ആണോ ഈ സാധനം?
അല്ല. നമ്മൾ ഇയർ പഠിച്ചപ്പം വി സോ ദാറ്റ് ഇയർ വാക്സ് ഇസ് വെരി ഹെൽപ്ഫുൾ അല്ലെ. എന്തുകൊണ്ടാ? അതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പുറമെയുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പുറമെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ ഇയറിന് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാതിരിക്കാൻ ഇയർ വാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഇറ്റ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് പാത്തജൻസ് ഫ്രം ഔട്ട്സൈഡ്. Okay, so അതാണ് മ്യൂക്കസിന്റെ ഫംഗ്ഷൻ. സോ മ്യൂക്കസ് is secreted by mucous membrane present in our nose. Okay, so അതാണ് നോസിന്റെ കാര്യം പറയുന്നത്. സോ ഈ മ്യൂക്കസ് മെംബ്രെയിനില് ആണ് നമ്മുടെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള കീമോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടിരിക്കുക. അതിനാണ് നമ്മൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്മെല്ല് എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അതിനെ നമ്മൾ നമ്മുടെ മൂക്ക് റിസീവ് ചെയ്യുന്നത് ഈ റിസപ്റ്റേഴ്സ് വഴിയാണ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് വഴിയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഒരു റോസാപ്പൂ മണക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ചീഞ്ഞ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുമ്പോഴും എല്ലാം പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന ആരാ? ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? സോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടിരിക്കുന്ന എവിടെയാ? മ്യൂക്കസ് മെംബ്രെയിനിൽ. ഓക്കെ, നോ ഇനി നമ്മൾ എങ്ങനെയാണ് നമുക്ക് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം ഒരു മെക്കാനിസം തന്നെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. നമ്മൾ ഒരു റോസ് ഫ്ലവർ മണക്കാന്ന് വെച്ചോ. സോ അവിടെ ഒരു കുറച്ച് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരോമാറ്റിക് സബ്സ്റ്റൻസസ് ഉണ്ടാവും. ആ സ്മെല്ല് തരുന്ന കുറച്ച് ആരോമാറ്റിക് സബ്സ്റ്റൻസസ് ഉണ്ടാവും അല്ലെ, aromatic substances. So ഈ aromatic substances they dissolve in എവിടെ? ടങ്കിൽ ഡിസോൾവ് ചെയ്ത് എവിടെയാ? സലൈവയിൽ ഡിസോൾവ് ചെയ്തു. ഇവിടെയോ? they dissolve in mucus. Okay, so അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് സ്റ്റിമുലേറ്റഡ് ആവുക? അവിടെയുള്ള കീമോ റിസപ്റ്റേഴ്സ്. ഇവിടെയുള്ള കീമോ റിസപ്റ്റേഴ്സ് ആരാ? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. സോ ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ഓക്കെ, ദേ വിൽ റിസീവ് ദിസ് ആരോമാറ്റിക് സബ്സ്റ്റൻസസ്. അവിടെ ഒരു ഇമ്പൾസ് ജനറേറ്റ് ആവും. ഓക്കെ, ഈ ഇമ്പൾസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? നെർവ്സ് അതിനെ ബ്രെയിനിലോട്ട് കൊണ്ടുപോകും ആൻഡ് ഫൈനലി നമുക്ക് സ്മെൽ കിട്ടും. Okay, so this is how we detect a smell, or this is how we smell. Okay, മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. aromatic particles diffuse in the air and enter the nostrils. Particles dissolve in mucus inside the nostrils and stimulate olfactory receptors. Okay, and generate impulses. Impulses from olfactory receptors reach the cerebrum and smell is detected. Okay, clear അല്ല? സോ ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയേ. ഒരാള് ഭയങ്കര പനിയൊക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ തോന്നുന്നത്? ഒരാൾ പനിച്ചിങ്ങനെ ഇരിക്കുക. ഓക്കെ, ഭയങ്കര പനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പനിച്ചൊക്കെ ഇരിക്കുമ്പം നിങ്ങൾക്ക് മര്യാദക്ക് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ എനിക്ക് ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയും. പിന്നെ മൂക്കടഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും, അയ്യോ എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ലെന്ന് പറയും അല്ലെ. എന്തേലും ഒരു ചീഞ്ഞ സ്മെല്ല് ഉണ്ടായാലും ശരി, നിങ്ങൾക്ക് ചിലപ്പോൾ ആ സ്മെല്ല് കിട്ടത്തില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ അടുത്തിരിക്കുമ്പോൾ ഈ എന്തൊരു ചീഞ്ഞ സ്മെല്ലാന്ന് പറയാം. നിങ്ങൾ പറയാം, എവിടെ സ്മെല്ല്? എനിക്കൊന്നും സ്മെല്ല് കിട്ടുന്നില്ലല്ലോ എന്ന് പറയാം അല്ലെ. അപ്പം നിങ്ങൾക്ക് ജലദോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പനി വരുന്ന സമയത്ത് നിങ്ങളുടെ സ്മെല്ല് കിട്ടത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാവോ, നമ്മുടെ സ്മെല്ലും ടേസ്റ്റും കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ സ്മെല്ലും ടേസ്റ്റും കണക്റ്റഡ് ആണ്. നിങ്ങൾ മൂക്ക് അടച്ചു പിടിച്ച്, ഓക്കെ, നിങ്ങളൊരു ഫുഡ് കഴിക്കാന്ന് വെച്ചു, നിങ്ങൾ മൂക്ക് അടച്ചു പിടിച്ച് നിങ്ങൾ ആ ഫുഡ് ഒന്ന് കഴിക്കാൻ നോക്കിയാൽ അതിന്റെ സ്മെല്ല് നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ഒരു സ്മെല്ലല്ല, ടേസ്റ്റ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചിക്കൻ കറി നിങ്ങൾ മൂക്ക് പൊത്തിയിട്ട് കഴിക്കാന്ന് വെച്ചോ, ആ ചിക്കൻ കറിയുടെ മൊത്തത്തിലുള്ള സ്വാദ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ സ്മെല്ലും ടേസ്റ്റും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പം പനി വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മള് മൂക്ക് മ്യൂക്കസ് കാരണം ബ്ലോക്ക് ആയി പോവാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, മ്യൂക്കസ് കാരണം നമ്മുടെ നോസ് ബ്ലോക്ക് ആയി പോവാണ്. അപ്പൊ അവിടെ ആരോമാറ്റിക് സബ്സ്റ്റൻസസിന് എൻറ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ അവിടെ ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സിന് ആരും റിസീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്മെല്ല് കിട്ടുമോ? ഇല്ല. സ്മെല്ല് കിട്ടുമ്പോഴത്തേനും ടേസ്റ്റും കിട്ടാത്തപ്പോ ടേസ്റ്റും കിട്ടത്തില്ല. ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു വലിയ ടേസ്റ്റ്, ഫുഡ് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല, വലിയ മണം കിട്ടത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. നൗ ഇനി നമുക്ക് റിസപ്റ്റേഴ്സ് ഇൻ സ്കിന്ന് നോക്കാം. നമ്മുടെ സ്കിന്നില് റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? നമ്മള് ഇപ്പം ഞാൻ ഇവിടെ ടച്ച് ചെയ്യാന്ന് വെച്ചു, എന്റെ റിസ്റ്റിൽ ടച്ച് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഞാൻ ടച്ച് ചെയ്തു. അതേസമയം ഞാൻ എന്റെ ഫിംഗർ ടിപ്സിൽ ടച്ച് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്യുന്നതും എന്റെ ഫിംഗർ ടിപ്സിൽ ടച്ച് ചെയ്യുന്നതും തമ്മിൽ സെയിം സെൻസ് ഓഫ് ടച്ച് ആയിരിക്കും എനിക്ക് കിട്ടുക? സെയിം സെൻസ് ഓഫ് ടച്ച് ആയിരിക്കും എനിക്ക് കിട്ടുക? അല്ല. ഓക്കെ, നമ്മളിപ്പം നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ കണ്ണ് കാണാൻ പാടില്ലാത്തവര്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാര്, അവരെങ്ങനെ ലെറ്റേഴ്സ് റീഡ് ചെയ്യുന്നത്? ബ്രെയിൽ എന്ന് പറഞ്ഞ സിസ്റ്റം വെച്ചിട്ടാണ് അവർ ലെറ്റേഴ്സ് റീഡ് ചെയ്യുന്നത് അല്ലെ? അതെങ്ങനെയാണെന്നറിയോ? അവര് ദേ വിൽ ടച്ച് ആൻഡ് ഫീൽ ദ ലെറ്റേഴ്സ് എന്നാ പറയുന്നത്. അവർ ടച്ച് ചെയ്താണ് ലെറ്റേഴ്സ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ഫിംഗേഴ്സില്ലേ, നമ്മുടെ ഫിംഗേഴ്സിന്റെ ടിപ്പില് ഒരുപാടധികം നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് ഓഫ് ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മുടെ റിസ്റ്റിൽ ഒരു സാധനം വന്ന് ടച്ച് ചെയ്താലും, റിസ്റ്റിന്റെ ഏത് പാർട്ടിൽ പോയി ടച്ച് ചെയ്താലും നമുക്ക് എല്ലാം ഒരേ ഫീലാ വരിക. പക്ഷെ അതേസമയം നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് നമ്മളൊരു സാധനം ടച്ച് ചെയ്താൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും, നന്നായിട്ട് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് ബ്രെയിൽ യൂസ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ളവര് പെട്ടെന്ന് ലെറ്റേഴ്സ് ക്യാച്ച് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ഡു യു ഫീൽ ദ സെയിം സെൻസ് ഓഫ് ടച്ച് ഇൻ എവറി പാർട്ട് ഓഫ് ദി ബോഡി? ആണോ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടിയില്ലേ? അല്ല, ഇറ്റ്സ് എ നോ. ഓക്കെ, നമ്മള് നമ്മുടെ സ്കിന്നിൽ ഒരുപാടധികം റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ പ്രഷർ വരുമ്പോൾ ഫീൽ ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ട്, നമുക്ക് ടച്ച് വരുമ്പോൾ ഫീൽ ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ വേദന വരുമ്പോൾ പെയിന് വേണ്ട റിസപ്റ്റേഴ്സ് ഉണ്ട്, കോൾഡ് വരുമ്പോൾ ഉള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ അങ്ങനെ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ പെയിൻ റിസപ്റ്റേഴ്സ്, കോൾഡ് റിസപ്റ്റേഴ്സ്, ടച്ച് റിസപ്റ്റേഴ്സ്, പ്രഷർ റിസപ്റ്റേഴ്സ്, ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന റിസപ്റ്റേഴ്സ്. സോ ഇത് ഇത്രേ ഉള്ളൂ. സ്കിന്നിൽ ഉള്ള റിസപ്റ്റേഴ്സിനെ കുറിച്ച് അങ്ങനെ എക്സാമിന് കാര്യമായിട്ട് ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നൗ ഇനിയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ വരുന്നത്, റിസപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ്. ഇവിടെ മെയിൻ ആയിട്ട് ഒരു 4 ഓർഗാനിസത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് പ്ലനേറിയ. ഓക്കെ, പ്ലനേറിയ. ഈ പ്ലനേറിയയില് അവർക്ക് ലൈറ്റ് സെൻസ് ചെയ്യണം, ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ അവർക്ക് ദേ ഹാവ് ഐ സ്പോട്ട്. ഓക്കെ, പ്ലനേറിയ ഹാവ് ഐ സ്പോട്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിറ്റക്ട് ലൈറ്റ്. ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവിടുത്തെ സ്റ്റിമുലസ്. ലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റിമുലസ്. സോ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഐ സ്പോട്ട് പ്രസന്റ് ഇൻ ദം. ഓക്കെ, നൗ എന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ടു ഡിറ്റക്ട് ലൈറ്റ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്ന ഹൗസ് ഫ്ലൈ ആണ്. നമുക്കറിയാം, നമ്മൾ മനുഷ്യർക്ക് വി ഹാവ് സിമ്പിൾ ഐസ്. ഓക്കെ, നമ്മൾ ഒരു കണ്ണിൽ കൂടെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നു അല്ലെ, മറ്റേ കണ്ണിൽ കൂടെ മറ്റൊരു ഇമേജ് നമുക്ക് കിട്ടുന്നു. നമ്മുടെ പ്രത്യേകത പറഞ്ഞാൽ വി ഹാവ് ബൈനോക്കുലർ വിഷൻ. ആ 2 ഇമേജും കൂടെ കൂടിയിട്ടാണ് വി വിൽ ഹാവ് എ 3-dimensional സിംഗിൾ ഇമേജ്. ഓക്കെ, സോ ഹൗസ് ഫ്ലൈയുടെ കേസിൽ ദേ ഡു നോട്ട് ഹാവ് എ സിമ്പിൾ ഐ, ദേ ഹാവ് എ കോമ്പൗണ്ട് ഐ. ഓക്കെ, അവർക്ക് ഒരു കോമ്പൗണ്ട് ഐ ആണ് ഉള്ളത്. സോ നമ്മൾ ഒരു ഹൗസ് ഫ്ലൈയുടെ ഐ എടുത്തു നോക്കിയാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുക. നിങ്ങൾക്ക് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെയായിരിക്കും നമുക്ക് ഹൗസ് ഫ്ലൈയുടെ ഒരു കണ്ണ്. ദിസ് ഇസ് സിംഗിൾ ഐ, ഒരു കോമ്പൗണ്ട് ഐ ആണ് ഇത്. അപ്പം ഇതിലൊരു ഒരുപാടധികം സിംഗിൾ ഇത് ഓരോന്നും ഐസ് ആണ്. ഓക്കെ, ഓരോന്നും ഐസ് ആണ്. ഈ ഓരോ ഐസിനെ നമ്മള് ഒമാറ്റീഡിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒമാറ്റീഡിയ എന്നാണ് പറയുന്നത്. സോ ഇവിടെ കുറെ ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആണ്. ഓക്കെ, ഒരുപാടധികം ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആണ്.
So it is formed of thousands. Houseflies, avരുടെ eyes is formed of thousands of small eyes. The eye of an insect consists of a cluster of photoreceptors called ommatidia. Ommatidia എന്ന് പറയുന്ന ഒരു ഫോട്ടോ റിസപ്റ്റർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതാണ് ഹൗസ് ഫ്ലൈയുടെ കേസ് പറയുമ്പോൾ. നൗ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷാർക്കിന്റെ കേസാണ്. ഓക്കെ, ഷാർക്കില് അവരുടെ ബോഡിയിലുള്ള ഒരു റിസപ്റ്ററാണ്, ലാറ്ററൽ ലൈൻ ഉണ്ട് അവർക്ക്. ഓക്കെ, സോ ഇവിടെ ഈ ഷാർക്കിന് നമുക്ക് ഒബ്സർവ് ചെയ്താൽ ദേ വിൽ ഹാവ് എ ലാറ്ററൽ ലൈൻ ത്രൂ ഔട്ട് ദെയർ ബോഡി. ഓക്കെ, ആ ലാറ്ററൽ ലൈൻ ആണ്, അവിടെയാണ് അവരുടെ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവരുടെ കണ്ണിന്റെ താഴെ അല്ലെങ്കിൽ അവരുടെ മൗത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ദേ ഹാവ് എന്താ ഉള്ളത്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അവർക്ക് പ്രസന്റ് ആണ്. ദേ ഹാവ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അവരുടെ വായുടെ തൊട്ട് മുകളിലായിട്ട് പ്രസന്റ് ആണ്. അതുകൊണ്ട് എന്താ അവർക്ക് ഗുണം കിട്ടുക? ഈ ഷാർക്ക് കഴിക്കുന്ന എന്താ, ഷാർക്കിന്റെ ഭക്ഷണം എന്താ? ചെറിയ ഫിഷസ് അല്ലെങ്കിൽ വലിയ ഫിഷസ് ഒക്കെ ആയിരിക്കും ഷാർക്കിന്റെ ഭക്ഷണം, അല്ലെ? അപ്പം അവര് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, വെള്ളത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫിഷ് വരാന്ന് വെച്ചോ, അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പെട്ടെന്ന് കഴിക്കണം. അതല്ലേ അവരുടെ ഉദ്ദേശം, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും ഒരു ഇരയെ തേടി പിടിച്ച് കഴിക്കാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം, അല്ലെ? പെട്ടെന്ന് ഒരു ഫിഷ് പാസ് ചെയ്യുമ്പോൾ ആ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്താ ചെയ്യുന്ന, സ്മെല്ല് ഡിറ്റക്ട് ചെയ്യും. ആ സ്മെല്ല് ഡിറ്റക്ടിന്റെ കൂടെ തന്നെ അവരെ കഴിക്കണം. പെട്ടെന്നുള്ള ഒരു സ്റ്റിമുലേഷൻ ആണ് അത്. ആ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവര് ആരെ അകത്താക്കും, അടുത്ത മീനിനെ പോയി, ആ കിട്ടിയ മീനിനെ പോയി അവര് അകത്താക്കി കളയും. ഓക്കെ, സോ ഇതാണ് ഷാർക്കിന്റെ റിസപ്റ്റർ. ഓക്കെ, ലാറ്ററൽ ലൈൻ ടു ഡിറ്റക്ട് ദ ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് ദി ബോഡി. അതിന് ലാറ്ററൽ ലൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അവരുടെ ബോഡിയുടെ ബാലൻസിനെ, അവരിങ്ങനെ നീന്തി പോകുമ്പോഴത്തേനും ആ ബാലൻസിനെ അവര് ബാലൻസ് ഒന്ന് മാറുമ്പം അതിനെ ഡിറ്റക്ട് ചെയ്യണം, ടു ഡിറ്റക്ട് ദി ചേഞ്ച് ഇൻ ദി ബാലൻസ് ഓഫ് ദി ബോഡി. ഓക്കെ, അതറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ലാറ്ററൽ ലൈൻ ഉള്ളത്. അതേപോലെ തന്നെ ദേ ഹാവ് ഹൈലി സെൻസിറ്റീവ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. എന്തിനാ? ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് അതർ ഫിഷസ്. ഓക്കെ, നൗ സ്നേക്കിലുള്ളതാണ് ജേക്കബ്സൺസ് ഓർഗൻ. ഓക്കെ, സ്നേക്കിലുള്ളതാണ് ജേക്കബ്സൺസ് ഓർഗൻ. അതെന്തിനാണെന്ന് വെച്ചാല്, സോ ഇവിടെ ദേ ഹാവ് ദിസ് സ്മെൽ, അവർക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗൻ ആണ് ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് നമ്മൾ സ്നേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേനും അവരുടെ ടങ്കിൽ സ്റ്റിക്ക് ചെയ്യുന്ന ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ജേക്കബ്സൺസ് ഓർഗൻ വഴി അവരുടെ മൗത്ത് ക്യാവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? ഇതാണ് അവരുടെ മൗത്ത് ക്യാവിറ്റി. ഈ മൗത്ത് ക്യാവിറ്റിയുടെ മുകളിലായിട്ട്, റൂഫിലായിട്ട് ആണ് ജേക്കബ്സൺസ് ഓർഗൻ പ്രസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ജേക്കബ്സൺസ് ഓർഗൻ പ്രസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഈ ജേക്കബ്സൺസ് ഓർഗനില് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എത്തും. ഓക്കെ, ആര് വഴി എത്തും? യെസ്, ടങ് വഴി എത്തും. ഓക്കെ, നമ്മള് സ്നേക്ക് എഴഞ്ഞു പോകുമ്പോ ഏതെങ്കിലും ഒരു ആരോമാറ്റിക് പാർട്ടിക്കിൾ, സ്മെല്ല് കിട്ടുന്ന ഏതെങ്കിലും ഒരു ആരോമാറ്റിക് പാർട്ടിക്കിൾ, ഈ പ്രേനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പറയുന്നത്. സോ ഏതെങ്കിലും ഒരു ആരോമാറ്റിക് പാർട്ടിക്കിൾ അവരുടെ ടങ്കിൽ സ്റ്റിക്ക് ചെയ്ത്, സോ ഇറ്റ് വിൽ റീച്ച് ദിസ് ജേക്കബ്സൺസ് ഓർഗൻ. അതെവിടെയാ കാണുന്നത്? അവരുടെ മൗത്തിന്റെ റൂഫ്, മൗത്തിന്റെ മുകളിലായിട്ട് ആണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ദിസ് അതുവഴിയാണ്, so after this olfactory receptors get stimulated. Okay, the olfactory receptors seen there get stimulated then. അപ്പൊ അവർ എന്താ സംഭവിക്കുക? അവർക്ക് പെട്ടെന്ന് സ്മെല്ല് കിട്ടും. മനസ്സിലായോ? So this is all about the receptors in various organisms. അതിനെ നമുക്ക് ഷോർട്ട് ആക്കി ഒരു ബോക്സിൽ കാണിക്കാം. സോ ഓർഗാനിസം പ്ലാനേറിയ നമ്മൾ പറഞ്ഞു ഐസ്പോട്ട് ആന്ന് പറഞ്ഞു. അതിന്റെ പെക്യുലാരിറ്റി എന്നാ? ടു ഡിറ്റക്ട് ലൈറ്റ്. ഇനി ഷാർക്കിന്റെ എന്താണ്? ലാറ്ററൽ ലൈൻ. അതിന്റെ പെക്യുലാരിറ്റി എന്നാ? ഡിറ്റക്ട് ചേഞ്ച് ഇൻ ദി ബാലൻസ് ഓഫ് ബോഡി. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യവും പറഞ്ഞു, ഷാർക്കില് they do have highly sensitive olfactory receptors. ഓക്കെ, ഇനി ഹൗസ് ഫ്ലൈയുടെ കേസ് നമ്മൾ പറഞ്ഞു. ഒമാറ്റിഡി അവർക്കുണ്ട്. ഒമാറ്റിഡി എന്താണ്? സ്മോൾ ഐസ് ആണ്. ദേ കൺസിസ്റ്റ് ഓഫ് ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഹൗസ് ഫ്ലൈക്ക് അവരുടെ ഓരോ ഐയിലും ദേ ഹാവ് എ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. അതാണ് ഒമാറ്റിഡിയ.
നൗ സ്നേക്കിന്റെ കേസ് പറഞ്ഞു, സ്നേക്കിൽ ജേക്കബ്സൺസ് ഓർഗൻ ഉണ്ട്. ദേ ഹാവ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് പിന്നീട് സ്റ്റിമുലേറ്റഡ് ആവും. Okay, so these are the things about the receptors in various organisms. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എങ്ങനെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുമെന്ന് പറഞ്ഞു, എങ്ങനെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ടേസ്റ്റ് എങ്ങനെയാണ്? വി ഹാവ് പാപ്പില്ലേസ് പ്രസന്റ് ഓൺ ദി സർഫസ് ഓഫ് ടങ്. അതിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. സോ ഈ ടേസ്റ്റ് ബഡ്സിലാണ് നമ്മളുടെ സ്കീമോ റിസപ്റ്റേഴ്സ്, ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടിരിക്കുക. ഇത് വഴിയാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുക. അതേസമയം സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനെങ്കിലോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് അതേസമയം സ്കിന്നിലുള്ള കുറേ അധികം റിസപ്റ്റേഴ്സ് ഉണ്ട്. പെയിൻ ഡിറ്റക്ട് ചെയ്യാനുള്ളതും കോൾഡ്, ടെമ്പറേച്ചർ വേരിയേഷൻ, ടച്ച്, പ്രഷർ, ഇതിനെല്ലാം സെപ്പറേറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നൗ റിസപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ് നമ്മൾ പറഞ്ഞു. പ്ലാനേറിയ, ഹൗസ് ഫ്ലൈ, ദെൻ ഷാർക്ക്, സ്നേക്ക്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. Manorama Horizon, learning made simple.